നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ കോട്ടയം സ്വദേശി പ്രേംകുമാർ കൊടും ക്രിമിനൽ. 2019 കാമുകിയുമായി ചേർന്ന് ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തി മൃതദേഹം കാട്ടിൽ തള്ളി. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പടിയൂർ സ്വദേശിനി രേഖയെ വിവാഹം കഴിച്ചു. ഇപ്പോഴിതാ 5 മാസത്തിനു ശേഷം അവിഹിത ബന്ധം ആരോപിച്ച് രണ്ടാം ഭാര്യയായ രേഖയെയും അമ്മയെയും കൊലപ്പെടുത്തി മുങ്ങിയിരിക്കുന്നു. തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെന്ന് കരുതുന്ന കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താനം കൊല്ലമറ്റത്ത് പ്രേംകുമാർ 2019 കാമുകിക്കൊപ്പം ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയാണ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രേഖയെ വിവാഹം കഴിച്ചത്. പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാറളം വെള്ളാനി സ്വദേശിനി കൈതവളപ്പിൽ മണി, മകൾ രേഖ എന്നിവരെ ബുധനാഴ്ച വൈകിട്ടോടെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന്റെ സമീപത്തു നിന്ന് രേഖയ്ക്കെതിരെ മോശം പരാമർശങ്ങൾ അടങ്ങിയ ഒരു കത്തും ചില ചിത്രങ്ങളും ലഭിച്ചിരുന്നു. രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിനെ കാണാതായതോടെയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിച്ചത്. രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം പ്രേംകുമാർ രക്ഷപ്പെട്ടെന്നാണ് നിഗമനം. ഇയാൾക്കായി പോലീസ് ഊർജിതമായ തിരച്ചിൽ നടത്തി വരികയാണ്. ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലെ ജീവനക്കാരിയായ മണിയുടെ മൂത്ത മകൾ സിന്ധുവിനെ വിവരം അറിയിക്കുകയായിരുന്നു. സിന്ധു വീട്ടിലെത്തി പുറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി. വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു. തുടർന്ന് കാട്ടൂർ പോലീസിൽ വിവരം അറിയിച്ചു. കാട്ടൂർ സ്റ്റേഷൻ ഓഫീസർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സഹോദരിയിൽ നിന്നും മൊഴിയെടുത്തു. മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാറും രേഖയും 5 മാസം മുൻപാണ് വിവാഹിതരായത്. രേഖയുടെ 2ാമത്തെ വിവാഹമായിരുന്നു ഇത്. 6 മാസം മുൻപാണ് മണിയും രേഖയും പടിയൂരിലെ വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചത്. അതിനുശേഷമായിരുന്നു രേഖയും പ്രേംകുമാറും തമ്മിലുള്ള വിവാഹം. 2 ദിവസം മുൻപ് രേഖ പ്രേംകുമാറിന്റെ പേരിൽ വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സിന്ധു പോലീസിനോട് പറഞ്ഞു. തിങ്കളാഴ്ച ഇരുവരോടും കൗൺസിലിംഗിനെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നാണ് സിന്ധു പറയുന്നത്. രേഖയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് പ്രേംകുമാർ എഴുതിയതെന്ന് കരുതുന്ന ഭീഷണിക്കത്തും ലഭിച്ചിട്ടുണ്ട്. 2019 പ്രേംകുമാർ കാമുകിക്കൊപ്പം ചേർന്ന് ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രേംകുമാറിനെയും കാമുകിയായ തിരുവനന്തപുരം വെള്ളറട സ്വദേശിനി സുനിത ബേബിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കാനായി തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് പ്രതികൾ വിദ്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം തിരുനെൽവേലി ഹൈവേക്കരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് കാമുകിയായ സുനിതയ്ക്കൊപ്പം ഉദയംപേരൂരിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസ് ഇരുവരെയും പിടികൂടുകയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ചേർത്തല സ്വദേശിനിയായ വിദ്യ കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത്. ഇതോടെ ചേർത്തലയിലെ കുടുംബത്തിൽ നിന്ന് അകന്നു. തുടർന്ന് പ്രേംകുമാറിനൊപ്പം എറണാകുളം ഉദയംപേരൂരിൽ താമസിച്ചു വരികയായിരുന്നു. ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട്. വിദ്യയ്ക്കൊപ്പം താമസിച്ചു വരുന്നതിനിടെയാണ് കോളേജിലെ സഹപാഠികളായിരുന്ന പ്രേംകുമാറും സുനിതാ ബേബിയും വീണ്ടും കണ്ടുമുട്ടിയത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലായിരുന്നു ഇവരുടെ സൗഹൃദം വീണ്ടും മുട്ടിട്ടത്. തുടർന്ന് 96 സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടുപേരും പ്രണയത്തിലായി. പ്രണയം ശക്തമായതോടെ ഇരുവരും ഒരുമിച്ച് ജീവിക്കാനും അതിനായി വിദ്യയെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനിച്ചു. ഈ സമയം തിരുവനന്തപുരം കളിയക്കാവിളയിലെ ഒരു ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു സുനിതാ ബേബി. പ്രേംകുമാറും സുനിതാ ബേബിയും മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം 2019 മെയ് മുതൽ തിരുവനന്തപുരം പേയാട് ഒരു വില്ല വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് താമസം ആരംഭിച്ചു. പ്രേംകുമാർ തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ സ്റ്റോർ കീപ്പറായും ജോലിയിൽ പ്രവേശിച്ചു. ഇതിനിടെ സുനിതയുമായുള്ള ബന്ധത്തെ ചൊല്ലി വിദ്യയും പ്രേംകുമാറും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായി. ഭർത്താവിനും മക്കൾക്കുമൊപ്പം താമസിക്കാതെ സുനിതാ ബേബി വില്ലയിൽ താമസിക്കുന്നതിനെ ചൊല്ലി സുനിതയുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടായി. വാഹനാപകടത്തിൽ കഴുത്തിന് പരിക്കേറ്റിരുന്ന വിദ്യയ്ക്ക് ആയുർവേദ ചികിത്സ ലഭ്യമാക്കാമെന്ന് പറഞ്ഞാണ് പ്രേംകുമാർ ഇവരെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് താമസിച്ച് ചികിത്സിക്കാമെന്നും ഇതിലൂടെ പരിക്ക് സുഖപ്പെടുമെന്നും പ്രേംകുമാർ വിദ്യയെ വിശ്വസിപ്പിച്ചു. തുടർന്ന് 2019 സെപ്റ്റംബർ 21 പുലർച്ചെ പ്രേംകുമാറും സുനിതയും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തി. സെപ്റ്റംബർ 20-ാം തീയതി രാത്രി പ്രേംകുമാർ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിയാണ് വില്ലയിലെത്തിയത്. നല്ല തിരക്കായിരുന്നതിനാൽ ബീവറേജിലെ വരിയിൽ ഇടയ്ക്ക് കയറിന്നാണ് മദ്യം വാങ്ങിയതെന്നും ഇയാൾ പിന്നീട് മൊഴി നൽകിയിരുന്നു. തുടർന്ന് രാത്രി വില്ലയിലെത്തിയ പ്രതി ഭാര്യയെ മദ്യം നൽകി ബോധരഹിതയാക്കി. ഇതിനുശേഷം കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കീർമുറിച്ച് ഉപേക്ഷിക്കാനായിരുന്നു പ്രേംകുമാറിന്റെയും സുനിതയുടെയും പദ്ധതി. ഇതിനായി സർജിക്കൽ ബ്ലേഡുകളും വാങ്ങിയിരുന്നു. എന്നാൽ മൃതദേഹം മുറിക്കാൻ ശ്രമിച്ചപ്പോൾ രക്തം ഒഴുകിയതോടെ പ്രതികൾ പരിഭ്രാന്തരായി. ഇതോടെ മൃതദേഹം വെട്ടിമുറിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു. തുടർന്ന് മൃതദേഹം ഉപേക്ഷിക്കാനായി പ്രേംകുമാർ ഒരു സുഹൃത്തിന്റെ സഹായം തേടി. എന്നാൽ ഇയാൾ വരാൻ കൂട്ടാക്കിയില്ല. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി മൃതദേഹം ഉപേക്ഷിക്കാൻ സുഹൃത്ത് പ്രേംകുമാറിന് ഉപദേശം നൽകി. ആരും അറിയില്ലെന്നും ഉറപ്പു നൽകി.
ഈ സുഹൃത്തും പിന്നീട് കേസിൽ പ്രതിയായി. പ്രേംകുമാറും സുനിതയും വിദ്യയുടെ മൃതദേഹവുമായി കാറിൽ തിരുനെൽവേലി ഭാഗത്തേക്കാണ് പോയത്. മൃതദേഹം മറയാതിരിക്കാനും സംശയം തോന്നാതിരിക്കാനും സുനിത മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടാണ് തിരുനെൽവേലി വരെ യാത്ര ചെയ്തത്. തുടർന്ന് തിരുനെൽവേലി ഹൈവേക്കരികിലെ ഒരു കുറ്റിക്കാട്ടിൽ ഇരുവരും ചേർന്ന് മൃതദേഹം ഉപേക്ഷിച്ചു. രണ്ടാം ദിവസം ഭാര്യയായ വിദ്യയെ കാണാനില്ലെന്ന് പറഞ്ഞു പ്രേംകുമാർ എറണാകുളം ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ഇതിനിടെ അന്വേഷണം വഴിതെറ്റിക്കാനായി വിദ്യയുടെ മൊബൈൽ ഫോൺ പ്രതി തിരുവനന്തപുരം മുംബൈ LTT നേത്രാവതി എക്സ്പ്രസിൽ ഉപേക്ഷിച്ചു. ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് സംഘം വിദ്യ ഗോവയിലേക്ക് പോയെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അന്വേഷണത്തിൽ വിദ്യയെ കണ്ടെത്താനായില്ല. സംഭവത്തിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കെയാണ് പ്രേംകുമാറിലേക്ക് സംശയം നേടത്. ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകിയ ശേഷം ഇയാൾ വീണ്ടും അന്വേഷിക്കാത്തതും കാമുകിക്കൊപ്പം താമസിക്കുന്നതും സംശയം ബലപ്പെടുത്തി. തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമായതോടെ പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയതായി വാട്സപ്പ് സന്ദേശത്തിലൂടെ പ്രതി പോലീസിനോട് കുമ്പസാരം നടത്തി. പിന്നാലെ പോലീസ് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് മൃതദേഹം കണ്ടെത്തി. അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയാനാരും എത്താതിരുന്നതിനാൽ അനാഥ മൃതദേഹമെന്ന് കരുതി തമിഴ്നാട് പോലീസ് സംസ്കരിച്ചിരുന്നു. എന്നാൽ മൃതദേഹത്തിന്റെ ഫോട്ടോ കണ്ട് പ്രേംകുമാർ ഇത് വിദ്യയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നാലെ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ഭാര്യയെ കൊലപ്പെടുത്തി കാമുകിക്കൊപ്പം സ്ഥിരതാമസം ആരംഭിച്ച പ്രേംകുമാർ പോലീസ് അന്വേഷണം ശക്തമായതോടെ ഗൾഫിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി മകനെ അനാഥ മന്ദിരത്തിലാക്കി. എന്നാൽ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികൾ നീണ്ടുപോയി. ഇതോടെയാണ് ഗൾഫ് യാത്രയും നീണ്ടുപോയത്. നേരത്തെ വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ആളാണ് പ്രേംകുമാർ. ഇപ്പോൾ രണ്ടാം ഭാര്യയായ രേഖയെയും അമ്മയും കൊലപ്പെടുത്തിയ ശേഷം മുങ്ങിയ പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.